എല്ലാവർക്കും നമസ്കാരം. ഇവിടെയുള്ള എല്ലാവർക്കും താങ്ക്സ് പറയാനാണ്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ ഇവിടെ വന്നിട്ടുള്ള എല്ലാ നല്ലവരായ നാട്ടുകാർക്കുമാണ്. ഇവിടെ വന്ന് ഞങ്ങളെ ബ്ലെസ് ചെയ്തതിൽ, ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നതിൽ താങ്ക് യു സോ മച്ച്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഫ്രണ്ട്സും കൊളീഗ്സും കൂടെ ഉണ്ട്. ഈ കൂട്ടുകാരൻ്റെ ഇത്ര നല്ല സന്തോഷ വേളയിൽ എൻ്റെ ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ എൻ്റെ ഫ്രണ്ട്സും കൊളീഗ്സിനും താങ്ക് യു. ഒരുപാട് പേർക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല, അവരെല്ലാം ലൈവ് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. താങ്ക് യു ഫോർ ദാറ്റ്. പിന്നെ എനിക്ക് പറയാനുള്ളത് പാരൻസിനോടാണ്. പാരൻസും റിലേറ്റീവ്സും ഇവരുടെ സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു ഈവൻ്റ് ഇവിടെ നടക്കില്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരുടെയും പാരൻസും റിലേറ്റീവ്സും ഞങ്ങൾക്ക് തുടക്കം തൊട്ട് തന്നെ ഞങ്ങൾക്ക് ഈ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ സപ്പോർട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു ഈവൻ്റ് നടക്കുന്നത്. താങ്ക് യു സോ മച്ച്. പിന്നെ അബവ് ഓൾ താങ്ക് യു ഗോഡ്. എല്ലാം ഈ ഇങ്ങനൊരു ഈവൻ്റ് നടക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനൊരു കാരണത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും കറക്റ്റ് സമയത്ത് വേണ്ട പ്രൊപ്പോർഷനിൽ എല്ലാം നടന്നിട്ടുണ്ട്. അതിന് ദൈവത്തിനോട് നന്ദി പറയാൻ പറ്റുള്ളൂ. ഫൈനലി താങ്ക് യു അമലു. താങ്ക് യു ഫോർ ലവിങ് മീ. നമ്മുടെ ഈ റിലേഷൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷത്തിന് മേലെയായി. മാട്രിമോണി വഴിയാണ്, ഓക്കെ, സംശയമൊന്നും വേണ്ട, മാട്രിമോണി വഴിയാണ് ഈ റിലേഷൻ തുടങ്ങിയത്. ഓക്കെ, ഈ 1 വർഷക്കാലം എന്നെ വിശ്വസിച്ച് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതിലും, ഈ 1 വർഷക്കാലം ഞങ്ങൾ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും 2 സ്ഥലത്തായിരുന്നു, 2 ടൈം സോണിലാണ്. അപ്പോൾ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ മാനേജ് ചെയ്തിട്ടുള്ളത് അമലുവാണ്. താങ്ക് യു. You are the biggest gift I have ever received. And because of that, I'm the luckiest person in the world. പിന്നെ എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാൻ സിംഗിൾ ലൈഫ് ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരാളാണ്. എൻ്റെ ഫ്രണ്ട്സിനും കൊളീഗ്സിനും മെയിനായിട്ട് അറിയാം. ആ ഒരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര നാൾ എൻജോയ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായില്ല, അൺടിൽ ഐ മെറ്റ് യു. അമലുമായി പരിചയപ്പെട്ട ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു കമ്മിറ്റഡ് ലൈഫ് വേണം എന്നൊരു ആഗ്രഹവും ഒരു കൊതിയൊക്കെ വന്നു തുടങ്ങിയത്. ആൻഡ് ഐ എം സോ ഹാപ്പി. അതിലൊരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ അതിലൊന്നാണ് സിമിലാരിറ്റീസ്. ഞങ്ങൾ തമ്മിലുള്ള സിമിലാരിറ്റീസ് ഒരുപാടുണ്ട്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ട്രഷർ ചെയ്യുന്ന ഒരു സിമിലാരിറ്റി, നിങ്ങൾക്കറിയായിരിക്കും, എനിക്ക് കുറച്ച് ഓട്ടോമൊബൈൽ ക്രേസ് ഉണ്ട്. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, എനിക്ക് കിട്ടിയതും ഒരു വണ്ടിഭ്രാന്തിയാണ്. അപ്പോൾ ഞാനതിൽ വളരെയധികം ഹാപ്പിയാണ്. അതുപോലെ ഒരുപാട് സിമിലാരിറ്റീസ്, ഈ സിമിലാരിറ്റീസ് എല്ലാമാണ് ഞങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഇത്രയും സമയം കൊണ്ട് വളരെ സ്മൂത്തായിട്ടും വളരെ ക്വിക്കായിട്ടും ഇത്രയും ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തത്. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ വളരെ എന്താ പറയുക, ഈ ഒരു മൊമെൻ്റ് എനിക്കൊരു ഡ്രീം കം ട്രൂ ആണ്. ഇനിയിപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ വഴക്കുണ്ടാക്കിയാൽ പോലും ഐ എം പ്രോമിസിങ് യു ദാറ്റ് ഐ വിൽ ബി വിത്ത് യു ടിൽ മൈ ലാസ്റ്റ് ബ്രെത്ത്. ഓക്കെ,
സോ മിസ്സിസ് സൈവിൻ വിൻസൻ, ജീവിതമാകുന്ന ഈ റേസ് ഒരുമിച്ച് ഓടിത്തീർക്കാൻ വിൽ യു ബി മൈ കോ ഡ്രൈവർ?